പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 26-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിനക്ക് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ നിന്നവരുടെ മധ്യത്തിൽ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുവാൻ പോകും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവനെ എന്തു ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഞാനും നിങ്ങളും ഇന്ന് ഈ വായിച്ചു കേട്ട വാക്യം മോശയെ കുറിച്ചാണ്. ഹല്ലേലൂയ. മോശയുടെ ജനനത്തെ തുടർന്ന് ആ ദേശത്തിൽ വിരോധമായി വലിയൊരു നിയമം വന്നു. ഹല്ലേലൂയ. ആ നിയമത്തെ തുടർന്ന് ഇപ്പോൾ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് നോക്കിയാണ് അവൻ എന്താണ് ഭവിക്കാൻ പോകുന്നത്. 3 മാസം കഴിഞ്ഞതോടെ ആ കുഞ്ഞിനെ തൻ്റെ മാതാപിതാക്കൾക്ക് ഒളിപ്പിക്കുവാൻ കഴിയാതെയായി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി, അവനെ 3 മാസം കഴിഞ്ഞതോടെ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതെയായി. അതോടെ മാതാവ് ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിനെ പശയും കീലും തേച്ച് ഞാങ്ങണകളുടെ ഇടയിൽ കൊണ്ടുവച്ചു. എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിൽക്കുന്ന അനേക ഞാങ്ങണപ്പെട്ടകം കാണാം. അതിൻ്റെ നടുവിൽ വെച്ചത് ഇനി ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളെ നോക്കി ദേശത്തിൽ നിൽക്കുന്ന പല കണ്ണുകളും പറയുന്നുണ്ടായിരിക്കാം, ഇനി നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന ആ വിഷയത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന രോഗത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ പല കണ്ണുകളും നിങ്ങളെ നോക്കിയിട്ട് ഇനി എന്താണ് നിങ്ങൾക്ക് ഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവവിളിയുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പരിസരത്തോ നിങ്ങളുടെ അയൽക്കാർക്കോ ഒക്കെ സംഭവിച്ചത് നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അവരിൽ ആരിലും ഇല്ലാത്തൊരു ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. അവരിൽ ആരിലും ഇല്ലാത്തൊരു ദൈവവിളി നിങ്ങളുടെ മേളിൽ കിടക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഇതാ മോശയുടെ പെങ്ങൾ ദൂരത്തുനിന്ന് മാറി അവൻ എന്താണ് ഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 5-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോന്റെ പുത്രി നൈൽ നദിയിൽ കുളിക്കുവാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തോട് നടന്നു. അവൾ ഞങ്ങളുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസി അയച്ചു. പ്രിയരെ, ഈ വചനം ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഇതാ ദൂരത്ത് നിന്ന് അവൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കുവാൻ നിൽക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് ഫറവോന്റെ പുത്രി അയക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ നൈൽ നദിയിൽ അനേക കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ അനേക കുഞ്ഞുങ്ങളെ ആ നൈൽ നദി കൊന്നിട്ടുണ്ട്. എന്നാൽ വിളിയുള്ള മോശയെ ആ നൈൽ നദിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൂത് പറയുക, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന രോഗത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയിൽ, കടബാധ്യതയിൽ അനേകർ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ തൊടുവാൻ, ഹല്ലേലൂയ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ
യേശു കർത്താവ് മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആദ്യത്തെ 20 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗദരദേശത്തിലെ ഒരു ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോകുന്നത് കാണാം. 6000 ഭൂതങ്ങളാണ് ആ മനുഷ്യന്റെ മേലുള്ളത്. ആ 6000 ഭൂതങ്ങൾക്ക് ആ മനുഷ്യനെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ നേരിടുന്ന ഒരു എതിരുകൾക്കും നിങ്ങളെ അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ മുകളിലൊരു വിളി കിടക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഉറയ്ക്കാൻ തയ്യാറാകണം. നിങ്ങൾ അനർത്ഥം കാണത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കൂടെ, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. 6-ാമത്തെ വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ഒരാപത്തും ഭവിക്കില്ല എന്ന് കണ്ടിട്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ 2 വാക്യങ്ങളിലും നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനും കൂടെ നിൽക്കുന്നവരും ആ കപ്പൽ തകർച്ചയിൽ ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ അവർ മെലീത്തയിൽ കയറുകയാണ്. മെലീത്തയിൽ കൂടെ നിന്നവരുടെ കൂടെ പൗലോസും തീ കായാൻ നിൽക്കുമ്പോൾ ആ വിറക് പറക്കുന്ന അനുഭവത്തിനകത്ത് അവൻ്റെ കയ്യിൽ ആ ദേശത്തിൽ ഒരു ജന്തു പറ്റിയതായി കാണുന്നു. ഹല്ലേലൂയ. ആ ജന്തു പറ്റിയ ആ മിനിറ്റിൽ ബർബരന്മാർ പറയാണ്, നീതിദേവി ഇവനെ വെറുതെ വിടുമെന്ന് തോന്നില്ല, അടുത്ത മിനിറ്റിൽ ഇവൻ ചത്തു വീഴും, അടുത്ത മിനിറ്റിൽ ഇവൻ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അഭിഷേകമുള്ള അപ്പോസ്തലൻ ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നു നിൽക്കുന്ന എല്ലാ എതിരുകളുടെ നടുവിലും, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളുടെ നടുവിലും അവസാനിക്കുമെന്ന് ലോകക്കാർ പറഞ്ഞാലും നിങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിങ്ങളുടെ മേളിലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ അതിനെ ജയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. എന്നാൽ ബർബരന്മാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അടുത്ത മിനിറ്റിൽ ഈ മനുഷ്യൻ അവസാനിക്കും, അടുത്ത മിനിറ്റിൽ ഈ മനുഷ്യൻ ചത്തു വീഴും. ഹല്ലേലൂയ. എന്നാൽ ഒന്നും സംഭവിക്കാതെ നിൽക്കുമ്പോൾ നോക്കി നിന്നവർ, എന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്നവർ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, ഇവൻ ആദ്യം കൊലപാതകൻ എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ അവനൊരു ദേവൻ എന്ന് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രഭാത സന്ദേശത്തിനകത്ത് ദൂത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, ദൈവം അനുവദിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ നീ പിടിച്ചു നിൽക്കുമെങ്കിൽ അത് പിന്നത്തേതിൽ വലിയ ഉണർവായി മാറും, പിന്നത്തേതിൽ വലിയ അത്ഭുതമായി മാറും. മോശ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കുമ്പോൾ അവൻ്റെ വിളി അടുത്ത മിനിറ്റിൽ എന്ത് ഭവിക്കും തീരുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്ന അവൻ്റെ വിളി കൊട്ടാരത്തിൽ ജീവിക്കാനുള്ളതാണ്. അവൻ കൊട്ടാരത്തിൽ കയറേണ്ടവനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിരോധമായി വന്ന ചില നിയമങ്ങൾ കൊട്ടാരത്തിൻ്റെ വഴി തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതാ മെലീത്തയിൽ പൗലോസിന് വിരോധമായി വന്നത് ഹല്ലേലൂയ മെലീത്തയുടെ ഉണർവിന് വേണ്ടിയാണ്. മെലീത്തയിലെ ദ്വീപ് പ്രമാണിയെ സൗഖ്യമാക്കാനുള്ള വഴിയാണ് ഇതാ പൗലോസിന് ദൈവം തുറന്നു കൊടുക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്കെന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന എല്ലാ കണ്ണുകൾക്കും ഈ പ്രഭാതത്തിൽ നീ ഒരു ദൈവപ്രവൃത്തിയായി മാറാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഇന്ന് നടക്കുന്ന പ്രതികൂലത്തിൽ ഞങ്ങൾ നേരിട്ട എല്ലാ എതിരുകളുടെ നടുവിലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയ ദൈവപ്രവൃത്തി വയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ നോക്കി നിന്ന കണ്ണുകൾക്ക് ഞങ്ങളൊരു ആശ്ചര്യമായി മാറാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ പ്രഭാത സന്ദേശം ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതം കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചറിയിക്കാൻ കഴിയും. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തോടെ നിൽക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.